ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 1 കിലോയോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കിതിനെ നന്നായി മസാലയൊക്കെ ഒന്ന് പുരട്ടി നന്നായി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നല്ല ചിക്കനൊക്കെ നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കണം ബിരിയാണിക്ക് വേണ്ടി. അപ്പം ഞാൻ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള സവോള നന്നായി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഒനിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒനിയൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സവാളയും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സവോളയെല്ലാം ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഓരോ ചിക്കനായിട്ട് എടുത്തു വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒരു മീഡിയം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ചിക്കൻ ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഇനി ഒരു 2 സവോള ചെറുതായി അരിഞ്ഞാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒരു 6 പച്ചമുളകും നന്നായിട്ട് അരച്ചെടുത്താണ് നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് മാറി വരണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഈ മസാലയെല്ലാം നന്നായിട്ട് ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇത് മസാലയെല്ലാം ഇത് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു കൈക്ക് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത്ര മിൻറ്റ് ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായി വന്നിട്ടുണ്ട്. അധികം നമ്മൾ ചിക്കൻ ഇങ്ങനെ ഇളക്കരുത്, ചിക്കൻ ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ വറുക്കാതെ ഇതുപോലെ തന്നെ ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രൈഡ് ഓണിയൻസ് ആണ്. അത് ഇതുപോലെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ബിരിയാണിക്കുള്ള മസാല, നമ്മുടെ ചിക്കനുള്ള മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറ് വെക്കാം. അപ്പം നമ്മുടെ ചോറ് വെക്കാൻ വേണ്ടി ഞാനിവിടെ പശു നെയ്യാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ 2 ഗ്രാമ്പു, പട്ട, 3 ഏലക്ക, 2 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസ് ആണ് എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് നമ്മൾ വെള്ളം എടുക്കാറ്. അപ്പോൾ നമുക്കിത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളത്തിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പൊ നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ചോറ് നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് നമുക്ക് ദമ്മിടാം. അപ്പൊ നമ്മൾ ദമ്മിടാൻ വേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ
എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചോറിന്റെ ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഫ്രൈഡ് ഓനിയൻ ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ കുറച്ച് കാഷ്നട്ടും നമ്മുടെ ഗ്രേപ്സും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചോറും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ള ചോറ് ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രൈഡ് ഓനിയൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പൊ അലുമിനിയം ഫോയിൽ വെച്ച് നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം. അപ്പൊ ഈ മൂടിക്ക് ചെറിയൊരു ഹോൾ ഉണ്ട്. ഞാനത് ചെറിയൊരു ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് അടച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് ദം ചെയ്യാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പൊ ഇത് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ഒക്കെ ചെയ്യണം. അതിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.